ഇപ്പോൾ ഉമ്മൻചാണ്ടി കെ കരുണാകരനെ അനുസ്മരിക്കുന്നു. അതിലേക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് ഇത്രയും നാളിനോട് ഇടയിൽ 150% പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞു ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ മാതൃക സ്വീകരിക്കുകയാണ്. ശ്രീലങ്കൻ പ്രസിഡന്റ് ഡൽഹി സന്ദർശനത്തിന് വന്നപ്പോൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ടാണ് അദ്ദേഹം പോയത്. അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ പോയപ്പം ഈ എയർപോർട്ടിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം MD ആയിരുന്ന ശ്രീ വിജയ് കുര്യനോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചു. അങ്ങനെ അതെല്ലാം ശ്രീ കെ കരുണാകരൻ എന്ന ഭരണാധികാരിയുടെ പ്രായോഗിക സമീപനത്തിൽ നിന്നുള്ള നേട്ടങ്ങളായിരുന്നു. ശ്രീ സുധീരൻ പറഞ്ഞ ആവശ്യം ഇതിനോടകം തന്നെ ഈ എന്നോട് പിന്നെ പറഞ്ഞിരുന്നു. ഈ കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് അത് പരിഗണിച്ച് വരികയാണ്. ഇവിടുത്തേനെ സംബന്ധിച്ച് പ്രശ്നങ്ങളല്ല, മറ്റ് ചില തീരുമാനങ്ങളും ഇതിനോട് അനുബന്ധിച്ച് വേണ്ടി വരുന്നത് കൊണ്ട് മാത്രമായിട്ടുള്ള സംഗതിയാണ്. അത് പരിശോധിക്കേണ്ട ഫോറങ്ങളിൽ അത് പരിശോധിക്കും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീ കെ കരുണാകരൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ സ്മരണ എന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കെ കരുണാകരനെ അനുസ്മരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഭരണ മികവിനെയും നൈപുണ്യത്തെയൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കെ കരുണാകരനെ അനുസ്മരിച്ചത് 5ാം ചരമവാർഷിക ദിനത്തിൽ.